ഹായ് ഓൾ. ചിക്കൻ സാധാരണ നമ്മൾ കറിയായിട്ടും ഫ്രൈ ആയിട്ടൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ചമ്മന്തി റെഡിയാക്കി എടുത്താലോ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ്റെ കുറച്ച് ബോൺലെസ് പീസസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാം ചിക്കൻ പീസ് ഉണ്ടാവേ. ഇതിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ മസാല വേണമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. താല്പര്യം ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കൻ മസാല ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതന്നെ എല്ലാം തന്നെ ഒന്ന് എണ്ണയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കിയിട്ടും എടുത്തിട്ടില്ല കേട്ടോ. ഇനി ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് എന്തോരം ചമ്മന്തി വേണോ അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാവേ. ഇത് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട, ഒന്ന് ശാല ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാവേ. ചെറിയ ഉള്ളിയും തേങ്ങയും കൂടെ ഒന്ന് മൂത്തിട്ട് വരട്ടെ. ഈ സമയത്ത് തന്നെ ചമ്മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ എടുത്തു വെച്ചേക്കുന്ന ചിക്കനുമായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ അരക്കുന്ന പോർഷൻ എടുക്കാൻ വിട്ടുപോയി. അപ്പൊ എല്ലാം തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി എളുപ്പത്തിൽ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിന്റെ കൂടെയും ഉപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. ഇതേപോലത്തെ ഒരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.